ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കുമല്ലേ, ലോങ് ടൈം നോ സീ. എന്താ പറയുക ഗൈസ്, കുറച്ച് ബ്രേക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. സോ ഞാൻ ആ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം ഉഷാറായിട്ട് തിരിച്ചു വന്നേക്കുകയാണ്. ഇനിയും ബ്ലോഗ്സും റീൽസും ഒക്കെ ആയിട്ട് ബാക്ക് ടു ലൈഫ്. സോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാനിപ്പോൾ ഒന്ന് ഫ്രഷായി നിൽക്കുക. അപ്പം ഞാൻ ഓർത്തുന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാണ്. വായോ, നമുക്ക് നോക്കാം പുറത്ത് ആരൊക്കെ ഉണ്ട്, അവരെന്തൊക്കെ ചെയ്യുക എന്നൊക്കെ. രാവിലത്തെ കാര്യങ്ങൾ ഫുള്ള് മെസ്സൊക്കെ ആയിരിക്കും വീടൊക്കെ, കാരണം ഇത് പെട്ടെന്നുള്ള എൻ്റെ പ്ലാനായിരുന്നു. സോ ഡോണ്ട് മൈൻഡ് ദാറ്റ്. നമുക്കപ്പോൾ നോക്കാം കേട്ടോ. നമുക്കപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാം. അമ്മ രാവിലെ എന്തൊക്കെയോ പരിപാടികളാണ്, നമുക്ക് നോക്കാം എങ്ങനെയാണ് കേട്ടോ. അപ്പമാണോ ബ്രേക്ക്ഫാസ്റ്റിന്? രാവിലെ അപ്പമാണ്. അപ്പോൾ ഈ പൊട്ടൂറ്റിക്കകത്ത് എന്താ? ഓ, അമ്മയുടെ ചെറിയ ചെറിയ പൊടിക്കൈകളാട്ടോ. എനിക്ക് മാത്രമായിട്ട് ഇതിൻ്റെ അകത്തൊരു പഴം വെക്കും കഴിച്ച്. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ട്രിക്ക് യൂസ് ചെയ്യണേ യൂസ് ചെയ്യാം. എളുപ്പമുണ്ട്. ഇഡലി പാത്രത്തിനകത്ത് എടുത്ത് വലിയ ഇഡലി പാത്രം ഒന്നും ഇതാകുമ്പോൾ ഇതിനകത്ത് വെന്ത് തരുന്നോളും. കട്ട് ചെയ്തിട്ടിട്ട് വേവിച്ച് എളുപ്പമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഓരോരോ ഷോർട്ട് കട്ട്സ്. എല്ലാവരോടും ഒരു ഹായ് പറച്ചു. ഹായ് ഗായ്സ്. ഹലോ. കഴിച്ചോ? അപ്പം കഴിച്ചു. എന്നിട്ട് പിന്നെ ആസ് യു ഓൾ നോ, ഞാൻ കുറച്ച് വെള്ളവും ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഒരു ആപ്പിളും കുറച്ച് നട്ട്സും ഒക്കെ കഴിക്കും. ഓക്കെ, അതൊക്കെ കഴിച്ചിട്ടപ്പോൾ ഞാൻ വരട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി ഗൈസ്. അപ്പോൾ ഒക്കെ റെഡിയാക്കി അമ്മ വെച്ചു. അച്ഛൻ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛയ്ക്ക് ഭയങ്കര ഷൈയാ കേട്ടോ ഗൈസ്, എന്നെ കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മ ഇപ്പോൾ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അമ്മമ്മയുടെ കൂടെ കഴിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് അച്ഛയ്ക്ക് കമ്പനി കൊടുക്കാന്ന് കേട്ടോ. അപ്പോൾ കഴിക്കാം. സോ അപ്പം വെജ് സ്റ്റൂ ആട്ടോ ഞാൻ എടുത്തത്. പിന്നെ പാൽ. സുജാമ്മ എനിക്ക് ന്യൂട്രലേക്ക് ഇട്ട പാലാണ് കുറച്ച് ദിവസങ്ങൾ എടുത്ത് തന്നുകൊണ്ടിരിക്കണേ. അപ്പം അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയും അമ്മമ്മയും കൂടി ഇരുന്ന് കഴിച്ചു. ഇതാട്ടോ നമ്മുടെ നീലു. ഭയങ്കര ഉറക്കമാണ് രാവിലെ. അമ്മമ്മ കഴുകാൻ കൊണ്ടിട്ടിരുന്ന തുണിയായത്. ആ വരുന്ന വഴിക്ക് ആ തുണി എടുത്തുകൊണ്ട് വെച്ച് അത് കിടക്കുക. എന്താ ചെയ്യുക? സാധാരണ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കൂടെ നടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുന്നേ. ഇന്ന് മൈൻഡ് പോലും ഇല്ലാതെ ഉറക്കുക. മേ ബി ക്ലൈമറ്റിൻ്റെ ഒക്കെ ആയിരിക്കും. ഫുഡ് കഴിച്ചാൽ പിന്നെ കുറച്ച് നേരം നടക്കുന്നത് കുറേ നാളായിട്ട് ഒരു പതിവാട്ടോ. ഒരു 10 minutes ഒക്കെ നടക്കും ഈച്ച് മീൽ കഴിഞ്ഞിട്ട്. ഫ്ലാറ്റിലാണെങ്കിൽ ഫ്ലാറ്റിൽ നടക്കും. ഇതിപ്പോൾ വീട്ടിലായതുകൊണ്ട് മുറ്റത്തൂടെ നടക്കാൻ പറ്റുന്നതുകൊണ്ട് നല്ല രസമാണ്. കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇവിടെയൊക്കെ നോക്കി കുറേ നേരം നടക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലു സാധാരണ ഉണർന്നിരിക്കുവാണെങ്കിൽ എനിക്ക് കമ്പനി നിന്ന് എൻ്റെ കൂടെ നടക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അവളും ഉറങ്ങിപ്പോയി, ഞാൻ തന്നെ ആയിപ്പോയി. പിന്നെ ഒരു മഴക്കോളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം നടന്നു പെട്ടെന്ന് തന്നെ അകത്ത് കയറി. ഓ, എനിക്ക് തന്നുവിടാനാണോ അമ്മേ? സ്പെഷ്യലി ഫോർ സുഖവച്ചൻ അല്ലേ? സുവർണനെ മധുരം വേണ്ടല്ലോ, അപ്പം സുവർണ കുഴലപ്പൊക്കെ ഇഷ്ടമാവും. ഇതിനകത്തിപ്പോൾ നമ്മൾ ഓൾറെഡി മാവിനകത്ത് നമ്മൾ വെളുത്തുള്ളി, ചെറുള്ളി, ഒരു മുറി തേങ്ങ, ചെറുപീട്, ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിനകത്ത് കുഴച്ച് വെച്ചതാണ്. ഇതിനി നമ്മൾ കുറച്ച് എണ്ണും കൂടെ. സോ ഗൈസ്, ഇത്രയും റെഡിയായിരുന്നു. ഈ പ്രോസസ്സൊക്കെ ഞാൻ എണീക്കുന്ന സമയത്ത് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് മിസ്സായി. ഇനി കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എള്ളിട്ടു ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലൊന്നും പഞ്ചസാര ഇല്ലാത്തല്ലോ, നല്ല ഉപ്പല്ലേ? മധുരവേ ചേർക്കത്തില്ല നമ്മളിനകത്ത്. ചൂടുണ്ടേ, ഇത് ആവി കുറക്കും. തിളച്ച വെള്ളത്തിനകത്തിട്ട് നമ്മൾ കുഴക്കുന്നതായിരുന്നു, എന്നാലേ ഇത് സോഫ്റ്റ് ആവത്തുള്ളൂ. എനിക്ക് തോന്നുന്നു പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. നീലോ, മഴയാണോ? മഴ കണ്ട് കിടക്കാണോ കഞ്ഞ്? മഴയുണ്ട്, പക്ഷെ ചാറ്റ മഴയാണ് ഗൈസ്. ക്യാമറ കിട്ടുന്നില്ല. ആ
സുഖമായിട്ട് കിടക്കുവാ മഴയൊക്കെ കൊണ്ട് കേട്ടോ. പിന്നെ സാധാരണ ഞാൻ എണീക്കുമ്പോൾ ജസ്റ്റ് ഒരു ഇതെങ്കിലും മൈൻഡെങ്കിലും ചെയ്യുന്നു. മാവ് അതേ ഉരുളയാക്കി ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് നമുക്ക് വറക്കാൻ തുടങ്ങാം കേട്ടോ ഗൈസ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ സുജോ? 2 ബോള്, ഒരു ബോൾ ഇവിടെ വെച്ചു, ഒരു ബോൾ ഇവിടെ വെച്ചു. വെയിൽ വെച്ചിട്ട് നമ്മൾ ബോളിയാണോ ഉണ്ടാക്കുന്നത്? നമ്മൾ ബോളിയാണോ ഉണ്ടാക്കുന്നത്? ചുറ്റി തിളച്ചോ? യെസ്. നമ്മളിനി ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ഗൈസ്. ഇത്രയും ബോൾസ് വെച്ച് ഉണ്ടാക്കണം എന്നാണ് അമ്മ പറയുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അല്ലേടി പാലൊക്കെ കുടിച്ചു ഗൈസ്. കുറേ നേരം നിൽക്കുമ്പം പെട്ടെന്ന് കാലിനൊക്കെ ഇപ്പോൾ ഒരു വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വന്ന് റെസ്റ്റ് എടുക്കും, പിന്നെ എണീച്ച് പോകും, പിന്നെയും വന്ന് റെസ്റ്റ് എടുക്കും. അങ്ങനെയൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ടേ. അപ്പോൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. കുറച്ചൊരു 10 മിനിറ്റ്സ് കിടക്കും, പിന്നെ എണീച്ച് പോകും. അമ്മ അപ്പത്തേന് കുഴലപ്പം കുറച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. അമ്മമ്മയും പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ചെന്നിട്ടുണ്ട്. സോ ആ ടൈമിൽ ഞാൻ കുറച്ച് നേരം യൂട്യൂബോ റീൽസും ഒക്കെ കണ്ടിങ്ങനെ കിടക്കും. ഒരു 15 മിനിറ്റ് കിടന്നാട്ടോ. നമുക്ക് പോയി നോക്കാം കിച്ചണിലെ അവസ്ഥ എന്താണെന്ന്. എന്തായി സുജോ? സെറ്റ് ആവുന്നുണ്ട് ഗൈസ്. അല്ലേ ഇപ്പം ഷേപ്പ് വന്നില്ലേ? യെസ് യെസ്. Guys, look at this beauty. ഞാൻ വെച്ചൊക്കെ ടേസ്റ്റ് നോക്കി. ഗുഡ്. അങ്ങനെ മിഡ് മോർണിംഗ് സ്നാക്കിനുള്ള സമയമായി. സോ വി ഹാവ് പഴം പുഴുങ്ങിയത് ആൻഡ് എള്ളുണ്ട വിത്ത് സം തുളസി വാട്ടർ. നമുക്ക് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഇരിക്കാം. അങ്ങനെ 2 ഐറ്റംസ് നമ്മുടെ റെഡിയായി ഇങ്ങനെ വെച്ചേക്കും അമ്മ. കുഴലപ്പം ഉണ്ടാക്കാൻ ഏകദേശം ഒരു 4-5 hours എടുത്തെങ്കിലും അമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പോർക്ക് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചീരത്തോരനുണ്ടായിരുന്നു, കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. എല്ലാം എനിക്കിഷ്ടമുള്ളതായിരുന്നു ഉണ്ടാക്കി തന്നത്. ഈ ടൈമിലൊക്കെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് നേരം നടന്ന് വേഗം കയറി കിടന്നുറങ്ങി. ഞാനൊരു പവർ നാപ്പൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ജോസി വന്നായിരുന്നു കേട്ടോ. അവൾ അമ്മയുടെ അമ്മമ്മയുടെ നീലൂൻ്റെ ഒക്കെ കൂടെ മഴ ആസ്വദിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇത്രയും ട്രാവലൊക്കെ ചെയ്ത് വന്നതല്ലേ എന്ന് പറഞ്ഞ് അവൾ കിടക്കാനായിട്ട് അച്ഛ വന്നു ജോബൊക്കെ കഴിഞ്ഞിട്ട്. അച്ഛ വന്നാൽ പിന്നെ നീലൂന് അച്ഛ മാത്രം മതി. അച്ഛയുടെ പുറകെ നടന്നോളൂ ഇങ്ങനെ. കൊച്ചു ഉറക്കം എണീച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രംഗം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. What are you doing? Josie is trying some newcomers. കൊച്ചു ജസ്റ്റ് 2 ഡേയ്സിനൊക്കെ വരുമ്പോൾ ആ ഡേയ്സാണ് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയതാ. പിന്നെ ഞങ്ങൾ നിയർ ബൈ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഡിന്നർ കഴിക്കാൻ. ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റാണ്. കൊച്ചിന് ഭയങ്കര ഇഷ്ടപ്പെടുത്ത ഹണി ചില്ലി അൽഫാം.
കുറച്ച് നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഫാമിലി ടൈം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് ടൈം. അപ്പോഴത്തേക്ക് ഫുഡ് വന്നു കേട്ടോ. much nice. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുജോ? ജോസി എങ്ങനെ ഉണ്ടായിരുന്നേ? വയറ് നിറഞ്ഞോ? നാട്ടിലെ ചക്ക, വീട്ടിലെ നീര്, നമ്മുടെ അച്ഛൻ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് നീലുവിൻ്റെ കൂടെ ബോളൊക്കെ വെച്ച് കളിച്ചിട്ട് കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. ബൈ.